السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين ما بعد. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. വിശ്വാസി ലോകത്തിന്റെ ഹൃത്തടങ്ങളിൽ ആനന്ദത്തിന്റെ ദിനരാത്രങ്ങളാണ് ഇനി കടന്നു വരുന്നത്. മൗലിദിന്റെ ഇരടികളും ചെറിയ മക്കളുടെ ദഫിന്റെയും അതുപോലെ മദ്ഹ് ഗാനങ്ങളുടെയും അകമ്പടിയോടെ നമ്മളുടെ നാടും നഗരവും മദ്ഹിനാൽ മുഖരിതമാകാനിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാത്തിൻ്റെയും വിജയമാണ് ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണാനന്തരം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് അവന്റെ ഖബർ ജീവിതം മുതൽ സ്വർഗ നരകത്തിന്റെ ഇടയിലുള്ള മുഴുവൻ ഘട്ടങ്ങളിലും വിജയിക്കാനുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഇന്റെ തുടക്കത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരായത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറയുന്നു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബി തങ്ങളെ അങ്ങ് അവരിൽ ഉണ്ടായാൽ അവർക്ക് അല്ലാഹു തആല ശിക്ഷ ഇറക്കുകയില്ല. അതിന്റെ വിശദീകരണങ്ങളിൽ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത്, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മുത്തുനബിയോടുള്ള അടങ്ങാത്ത ഇഷ്ക് ഒരു മനുഷ്യനിലുണ്ടായാൽ, അല്ലാതെ മുത്തുനബി ഭൗതികമായി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് സിറാജുൽ മുനീറായ മുത്തുനബി കടന്നു വന്നാൽ അന്ധകാരം ഒഴിവായി പോകുന്നതാണ്, തിന്മകൾ മാഞ്ഞു പോകുന്നതാണ്, അധാർമികത ഇല്ലാതായി പോകുന്നതാണ്. മുത്തുനബിയുടെ വരവോടുകൂടി മറ്റെല്ലാം നമ്മുടെ ഖൽബിൽ നിന്ന് മാറുകയാണ്. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മൻഖൂസ് മൗലിദിലൂടെ ഓർമ്മപ്പെടുത്തിയത്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. നബിയേ, ഒരു ബൈത്തിൽ അങ്ങുണ്ടായി കഴിഞ്ഞാൽ ആ ബൈത്തിന്റെ വിശദീകരണം ഖൽബാണ്, ഹൃദയമാണ് എന്ന് നമുക്ക് പറയാം. മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഒരു ഖൽബിൽ, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ മുത്തുനബി കുടിയിരുന്നാൽ ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, അതിലേക്ക് പിന്നെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഭൗതികമായും ആത്മീയമായും ഇതിന്റെ അർത്ഥതലങ്ങളെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരി അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് എന്ന ഖ്യാതി നേടിയ പരിശുദ്ധമായ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അവിടുന്ന് പറയുന്നൊരു സംഭവം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് മഹാനായ സയ്യിദ് ഇബ്നു ഹുളൈറ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ കൂട്ടുകാരനും കൂടി കടന്നു വരികയാണ്. എന്നിട്ട് നബിയുടെ അടുക്കൽ നിന്ന് ആവലാദികൾ പറഞ്ഞ് ഇൽമുകൾ നുകർന്ന് സമയം പോയതറിഞ്ഞില്ല. രാത്രിയിലാണ്. ഇന്നും മദീനയിൽ പോയാൽ ഈന്തപ്പനത്തോട്ടങ്ങൾക്കിടയിൽ 1000-ഓളം വർഷം പഴക്കമുള്ള ഒരു പള്ളി, അതിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നാണ് ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുകയാണ്. അവർ രണ്ടുപേരും തിരിച്ചിറങ്ങുമ്പോ കൂരിരുട്ടാണ്. ആ സമയത്ത് അവര് പേടിച്ചു പോകുന്നു. നമുക്ക് വെളിച്ചമില്ല, നമുക്ക് പ്രകാശമില്ല. അപ്പോഴാണ് അവരെ രണ്ടുപേരുടെയും മുന്നിൽ ഒരു ടോർച്ച് ലൈറ്റ് പോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം പ്രതിഫലിക്കുന്നത്. അവര് രണ്ടുപേരും കൂടി നടന്നുപോയി. ഹത്താ തഫറഖാ, അവര് രണ്ടുപേരും ഒരുമിച്ച് നടന്ന് രണ്ട് വഴിയിലേക്ക് തിരിയുകയാണ്. ആ സമയത്ത് ഒരു പ്രകാശമേ അവിടെയുള്ളൂ, ഒരു പ്രകാശഗോളമാണ് അവർക്ക് ലൈറ്റ് ഹൗസായി വന്നത്. അവർ രണ്ടുപേര് രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞപ്പോ രണ്ടു ഭാഗത്തും അവർക്ക് പ്രകാശം കിട്ടുകയാണ്. ഭൗതികമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിന്റെ ചരിത്രം ഇങ്ങനെയാണെങ്കിൽ, ആ ഹബീബായ തങ്ങളെ പ്രണയിച്ച, അവിടുത്തെയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്ത, അവിടുത്തെ പരിശുദ്ധമായ ദീനിന്
ഖിദ്മത്ത് ചെയ്ത മഹാന്മാരിലൂടെ നമുക്ക് ആ പ്രകാശ പ്രതിധ്വനികൾ കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു, രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ശാഫിഈ മദ്ഹബിലെ ശൈഖാനിയിൽ പ്രധാനിയായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഗ്രന്ഥരചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വിളക്കിന്റെ എണ്ണ തീർന്നു പോവുകയാണ്. വല്ലാതെ ബേജാറാവുകയാണ്. വെളിച്ചമില്ലാതെ എഴുതാൻ കഴിയില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ വിരല് തനവ്വറ ഇസ്ബഅഹു, അവിടുത്തെ വിരല് പ്രകാശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചതുകൊണ്ട്, അവിടുത്തെയോട് ചേർന്ന് നിന്നതുകൊണ്ട് അവിടുന്ന് അവർക്കും പ്രകാശം ലഭിക്കുകയാണ്. മഹാനായ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ശൈഖാനിയിലെ രണ്ടാമത്തെ ആളാണല്ലോ. ബഹുമാനപ്പെട്ടവർ മുന്തിരിവള്ളി പന്തലിൽ ഇരുന്നു കൊണ്ട് രചന നടത്തുകയാണ്. ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ടവർക്കും ഇതേ അനുഭവം ഉണ്ടാവുകയാണ്. എണ്ണ തീരുന്നു, അവിടുന്ന് വെളിച്ചമില്ലാത്ത അവസ്ഥ വരുന്നു. അല്ലാഹു തആല തലയുടെ മുകളിൽ ഉള്ള മുന്തിരി കുലകൾ, മുന്തിരിയുടെ ഓരോ ഇതളുകളും ബൾബുകളായി ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ പ്രകാശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ റബീഅ് കടന്നു വരുമ്പോ നമ്മളുടെ ഖൽബിന്റെ ഉള്ളിൽ മുത്തുനബിക്കൊരു സ്ഥാനമുണ്ടാകണം. അവിടുത്തെ നമ്മൾ ചേർത്ത് വെക്കണം. നമ്മളുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് ആ സിറാജുൽ മുനീറായ കത്തിജ്വലിക്കുന്ന ആ പ്രകാശഗോപുരം കടന്നു വന്നാൽ അന്ധതകൾ ഇല്ലാതാകും. അതിന് നമ്മൾ എന്തു ചെയ്യണം? അവിടുത്തെയുടെ മേൽ സ്വലാത്തുകൾ ഒരുപാട് ചെല്ലണം. സുന്നത്തുകളെ പിൻപറ്റുന്ന ആളുകളാകണം. ആ നബിയെ നമ്മൾ പ്രണയിക്കണം. എങ്ങനെയൊക്കെ ആ നബിയോട് നമുക്ക് സ്നേഹം കാണിക്കാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മുടെ നാടുകളിൽ മൗലിദിന്റെ സദസ്സുകൾ വേണം. പള്ളികളുടെ മൗലിദുകളിൽ ആളുകളുടെ സാന്നിധ്യങ്ങൾ വേണം. അതുപോലെ റാലികളിലും മറ്റുമൊക്കെയായി വളരെ ഈമാനിക ആവേശത്തോടെ മുത്തുനബിയോടുള്ള പ്രണയത്തോടെ നമ്മൾ ചേർന്ന് നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടൽ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സംഗമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹബീബരായ റസൂലുള്ളാഹി തങ്ങളുടെ മേലിലുള്ള മജ്ലിസുകൾക്കാണ്, അതിലുള്ള സംഗമങ്ങൾക്കാണ്. മുത്തുനബിയെ നമ്മുടെ ഖൽബിൽ കേറ്റണം. അവിടുത്തെ നമ്മൾ ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. എന്നാൽ നമുക്ക് നാളെ ആഖിറത്തിൽ വിജയിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റബീഅ് അനുകൂലമാകുന്ന കൂട്ടത്തിൽ പറയുന്നതിനേക്കാൾ പാടുന്നതിനേക്കാൾ മുത്തുനബിയോട് ഖൽബിയായി മഹബ്ബത്തുള്ളവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.